ഞാൻ പാർട്ട് ടൈമായിട്ട് ഡെലിവറി ജോബ് ചെയ്യുകയാണ്. ഇന്നൊരു മോശം ദിവസമായിരുന്നു. അധികം ഡെലിവറി ഒന്നും കിട്ടിയില്ല. സമയം 11 എന്നാൽ പിന്നെ തിരിച്ച് റൂമിൽ പോകാമെന്ന് വെച്ചപ്പോഴാണ് ആ നോട്ടിഫിക്കേഷൻ വന്നത്. ഒരു കേക്കാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്, പക്ഷെ നല്ല കമ്മീഷൻ കാണിക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതൂടെ എടുക്കാമെന്ന് വെച്ചു. ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ കേക്ക് കളക്ട് ചെയ്ത് അങ്ങോട്ട് യാത്ര തിരിച്ചു. ലൊക്കേഷൻ എടുക്കും തോറും റോഡ് വിജനമായി തുടങ്ങി. വീടുകളും സ്ട്രീറ്റ് ലൈറ്റുകളും കുറഞ്ഞു. ഒരു ഗ്രാമപ്രദേശം പോലെയായി. പിന്നീട് അങ്ങോട്ട് സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നുമില്ല. കുറ്റാക്കൂരിട്ട്. റോഡിൽ എൻ്റെ ബൈക്കിൻ്റെ വെളിച്ചം മാത്രം. പെട്ടെന്ന് കുറച്ച് പട്ടികൾ കുറിച്ചുകൊണ്ട് എൻ്റെ ബൈക്കിൻ്റെ പിന്നിലേക്ക് ഓടി വന്നു. ഞാൻ പേടിച്ച് ബൈക്കിൻ്റെ സ്പീഡ് കൂട്ടി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവറ്റകൾ അവിടെ നിന്നു. എന്നിട്ട് എന്നെ നോക്കി കുരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ബൈക്കിൻ്റെ മിററിൽ അത് കണ്ടത്. എൻ്റെ പിന്നിൽ ആരോ ഇരിക്കുന്നു. ആ പട്ടികൾ അത് കണ്ടിട്ടാണ് കുരച്ചത്. ഞാൻ പെട്ടെന്ന് പേടിച്ച് ബൈക്ക് നിർത്തി തിരിഞ്ഞു നോക്കി. പക്ഷെ എൻ്റെ പിന്നിൽ ആരും കാണുന്നില്ല. എൻ്റെ ബൈക്കിൻ്റെ മിറർ നോക്കി. ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഇനി എനിക്ക് തോന്നിയതായിരിക്കും. ഞാൻ മനസ്സിൽ സമാധാനിച്ചു. ഞാൻ ഫോണിൽ മാപ്പ് നോക്കി. ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷനിലാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു വീടും കാണുന്നില്ല. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഗേറ്റ് കാണുന്നു. ചിലപ്പോൾ അവിടെ വീടുണ്ടായിരിക്കും. അത് കരുതി ഗേറ്റ് തുറന്നു. ഞാൻ അകത്തേക്ക് നടന്നു. ഒന്നും കാണാൻ വയ്യ. മൊത്തം ഇരുട്ട്. ഞാൻ എൻ്റെ മൊബൈൽ ടോർച്ച് ഓൺ ചെയ്തു. അകത്തേക്ക് നടന്നു. പക്ഷെ വീടൊന്നും കാണുന്നില്ല. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും വന്നത്. ആ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു, ഞാൻ നിൽക്കുന്നത് ഒരു സെമിത്തേരിയിലാണ്. എനിക്ക് പേടിയായി. ഞാൻ പെട്ടെന്ന് തിരിച്ചു നടന്നു. പെട്ടെന്ന് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. എൻ്റെ കേക്ക് ഡെലിവറി ചെയ്യാതെ പോവുകയാണോ എന്നായിരുന്നു മെസ്സേജ്. ഞാൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ അത് എൻ്റെ അടുത്ത് എവിടെയോ ഇരുന്ന് റിങ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ആ ശബ്ദം കേട്ട ദിശയിലേക്ക് നടന്നു. ഒരു കല്ലറയ്ക്ക് മുകളിൽ ഒരു ഫോൺ ഇരിക്കുന്നു. ഞാൻ ചുറ്റും നോക്കി. ആരെയും കണ്ടില്ല. അപ്പോഴാണ് ആ കല്ലറയിൽ എഴുതിയിരുന്ന പേര് ശ്രദ്ധിച്ചത്. അതെൻ്റെ പേരായിരുന്നു. മരിച്ച ഡേറ്റ് ഇന്നത്തെ ഡേറ്റുമായിരുന്നു. അതെ, അത് എനിക്കായുള്ള കല്ലറയായിരുന്നു.